ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് പറയുമെങ്കിൽ പോലും അത് ശരിക്കും എല്ലാവരും മാൻഡേറ്ററി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് നമ്മളുടെ അടുത്ത് നമ്മൾ ഒരു പഴഞ്ചൊല്ല് പോലെ കേട്ടിട്ടുള്ള കാര്യമാണ്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നുള്ളത്. അങ്ങനെ പറയുന്നത് അന്ന് കൃഷിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എല്ലാവരും കൃഷിക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട തൈകൾ, നമ്മൾ നടേണ്ട തൈകളാണ് ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ അതിൽ പ്രോപ്പർട്ടിയിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കൺമുൻപിൽ തന്നെ ഉള്ള എന്ത് ചെയ്യണം എന്നുള്ളതിനാണ് നമ്മൾ കൺസൾട്ടൻസി ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ കൺമുൻപിലാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അവരെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യിച്ച് അവർ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, പണ്ടൊക്കെ ഭയങ്കര സ്റ്റാർസ് ആയിട്ട് നിന്നിട്ടുള്ള സെലിബ്രിറ്റീസ് പലരും മരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തെ യങ് ജനറേഷനെ നോക്കുകയാണെങ്കിൽ അറിയാം, അവർക്ക് ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരൊരു സെക്കൻഡറി ഇൻകം, ഒരു പാസീവ് ഇൻകം എന്നുള്ളത് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് എല്ലാവരെയും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയും. പൊതുവെ മനുഷ്യരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. അത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എന്തായാലും നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ അനദർ ഇൻകം കിട്ടുന്ന രീതിയിലോട്ടുള്ള ഒരു സേവിങ്സിലോട്ട് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണം. അത് നമ്മൾക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ള സമയത്ത് നമ്മൾക്കൊരു ലോൺ എടുത്തിട്ടാണെങ്കിലും ശരി, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ ലോണിന് വേണ്ടുന്ന എല്ലാ കൺസൾട്ടൻസികളും നമ്മളുടെ ബിൽടെക്കിൽ അത് ചെയ്യുന്നുണ്ട്.